രുചിയാണെന്നറിയോ ഇങ്ങനെ മത്തി പൊരിച്ചെടുക്കുന്നതിന്? നിങ്ങൾ ഇങ്ങനെ മത്തി പൊരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. മത്തി ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. അത്രയും രുചിയാണ് ഇങ്ങനെ മത്തി പൊരിച്ചെടുത്താൽ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇവിടെ 4 വെളുത്തുള്ളി, 5 ചെറിയ ഉള്ളി, ഒരു തണ്ട് വേപ്പില, 4 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഒന്നുകിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ ഒരു വെയിറ്റ് വെച്ചിട്ട് ചതച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു വെയിറ്റ് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിക്സി യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കണം. പൊടിച്ചത് ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചതച്ചെടുക്കുന്ന കൂട്ടത്തിൽ പൊടിക്കാത്ത ജീരകം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. മുളക് പൊടി യൂസ് ചെയ്താൽ സാദാ മത്തി പൊരിച്ചെടുക്കുന്ന ഒരു ടേസ്റ്റായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ചേർക്കുന്നില്ല. പിന്നെ ഒരു ടീസ്പൂൺ വിനീഗർ അഥവാ സുർക്ക ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർക്കുന്ന കൂട്ടത്തിൽ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. മസാല നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മത്തിയിലേക്ക് ഈ മസാല ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 മത്തി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മത്തിയിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കണം. മസാല നന്നായിട്ട് എല്ലാ സൈഡിലും കോട്ട് ചെയ്തെടുത്തതിന് ശേഷം മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ നമ്മൾ മാറ്റി വെക്കുമ്പോൾ ഈ മത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ എരിവും ഉപ്പും എല്ലാം അങ്ങ് പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. മത്തി ഇവിടെ നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 15 മിനിറ്റിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ 15 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. പൊരിക്കാനായിട്ട് ഒരു പാന് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം, പക്ഷേ വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഇനി നമ്മുടെ എണ്ണയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു തണ്ട് വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ പൊരിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ മീനിന് കിട്ടും. അത് ഏത് മീനാണെങ്കിലും ഇങ്ങനെ ചെയ്തെടുത്താൽ നന്നായിരിക്കും. ഇനി ഓരോ മത്തി വീതം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് പച്ചമുളക് നെടുകെ കീറിയിട്ട് ബാക്കി വന്ന മസാല കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന സൈഡിലുള്ള പച്ചമുളക്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്, നിർബന്ധമില്ല. ഇനി നമുക്ക് ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്രയാണോ, ചിലവർക്ക് നല്ല ഫ്രൈ ആയിട്ട് ഇങ്ങനെ മുരിഞ്ഞ് മത്തി ഫ്രൈ അല്ലെങ്കിൽ ഏത് മീനാണെങ്കിലും അങ്ങനെ കഴിക്കാനാവും ഇഷ്ടം. ചിലവർക്ക് ഹാഫ് വേവായിട്ട് കഴിക്കാനാവും ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഇത് നന്നായിട്ട് മുരിഞ്ഞെടുത്ത മത്തിയാണ് കഴിക്കാൻ ഒന്നും കൂടെയും ടേസ്റ്റ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. മത്തി ഇവിടെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. കാരണം ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ മത്തി ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്